അമേരിക്കയും യുഎസും പിന്നോട്ടില്ല. എന്നാൽ ഒരു തരി പോലും പിന്നോട്ട് പോകാൻ തയ്യാറാകാതെ തന്നെ ഇറാനും നിൽക്കുന്നുണ്ട്. ഈ ഹോർമുസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി തുറന്നു നൽകിയില്ല എങ്കിൽ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമേൽ യുഎസ് സൈന്യം ആക്രമണം നടത്തുന്നതാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു യുദ്ധചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു നീക്കമാണ്. അതായത് സമയമടക്കം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ആക്രമണം നടത്തുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഈ സമയത്ത് പുറത്തു വരുന്നത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിന് തെക്കു പടിഞ്ഞാറുള്ള നഗരത്തിൽ പുലർച്ചെ വ്യോമാക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലൊരു പാർപ്പിട സമുച്ചയം തകരുകയും ഇതിൽ കുറഞ്ഞതൊരു 13 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടും ഉണ്ടാകാമെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെയും ഇസ്രായേലും യുഎസും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കണമെന്നുള്ള ട്രംപിന്റെ ഭീഷണി ഇത് മുഴങ്ങിയതിനു പിന്നാലെയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയ വ്യാപകമായൊരു വിമർശനവും ഇതിന് പിന്നാലെ ഉയരുന്നുണ്ട്. കാരണം ഈ ഒരു ആക്രമണം നടത്തുമെന്നുള്ളൊരു ഭീഷണി, അത് പ്രത്യേകിച്ച് ഈ സമയമടക്കം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ ഒരു ഭീഷണി ഇത് നിലനിൽക്കുകയാണ്. അതിൽ തന്നെ ഒരു അസ്വരസ്യങ്ങൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഈ സമയമടക്കം പ്രഖ്യാപിക്കുന്നു, ആ രീതിയിലുള്ള ഭീഷണികളിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതിൽ തന്നെ പലർക്കും അതൃപ്തി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ 13 പേർ മരിക്കാനിടയായ ഒരു ആക്രമണം കൂടെ ഉണ്ടാകുന്നത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്വം നിലവിൽ ആരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനിടെ ഈ യുദ്ധത്തിന് ശാശ്വതമായൊരു അന്ത്യം കുറിക്കുന്നതിന്റെ ഭാഗമായി 45 ദിവസത്തെ വെടിനിർത്തൽ കരാറിനുള്ള ചർച്ചകളിൽ യുഎസും ഇറാനും പ്രാദേശിക മധ്യസ്ഥരും ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ ഭാഗികമായി വെടിനിർത്തൽ കരാർ ഇത് 48 മണിക്കൂറിൽ എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതിനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ യുഎസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഈ ആക്രമണം അത് ഇറാനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ 13 പേർ മരിക്കാനിടയായ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മധ്യസ്ഥ ചർച്ചകൾ നടക്കുമ്പോൾ, അതായത് ഈ യുദ്ധം അവസാനിക്കണം എന്നുള്ള രീതിയിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം, അതിനിടയ്ക്കാണ് ഇറാനിന് നേരെ വീണ്ടും ട്രംപിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണം ഉണ്ടാകുന്നത്, 13 പേർ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇനിയിപ്പോൾ ഈ മധ്യസ്ഥ ചർച്ചകൾ നടക്കുമ്പോൾ ഈ വെടിനിർത്തൽ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതൊരു സംശയം അത് എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇറാന്റെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള വൻതോതിലുള്ള ആക്രമണങ്ങൾ അത് ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ ജലവിതരണ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള തിരിച്ചടികളും ഒഴിവാക്കാനുള്ള ഒരു അവസാന ശ്രമമാണ് നടന്നത്. പക്ഷേ ഈ ഒരു വെടിനിർത്തൽ കരാർ അത് പ്രാബല്യത്തിലാകുമോ എന്നുള്ളത് നിലവിലെ ഒരു സാഹചര്യത്തിൽ സംശയമാണ്. കാരണം ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളടക്കം ഇതിൽ വലിയ രീതിയിൽ ആശങ്ക പങ്കുവച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.